Hi everyone, this is Ebin from Evica. അങ്ങനെ നമ്മുടെ iOS 17.3ൻ്റെ ബീറ്റ 3 നമുക്കിപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 449.4 MB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 500 മുതൽ 600-700 MB-യുടെ ഉള്ളിൽ ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 17.3ൻ്റെ ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 10.3ൻ്റെ ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 14.3 ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പഴയ മാക്കിൻ്റെയും കുറച്ചധികം ബീറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് tvOS അതേപോലെ ഹോം പോഡ് OS ആപ്പിൾ റിലീസ് ചെയ്തിട്ടില്ല. ഈ അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വെർഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 17.3 21D5044A എന്ന്. ഈ ഒരു അപ്ഡേഷൻ്റെ ലാസ്റ്റ് നമ്പർ A ആയതുകൊണ്ട് തന്നെ അടുത്തൊരു അപ്ഡേഷൻ വരുന്നത് RC റിലീസ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. എന്നാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് റിലീസ് ആവുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ഈ ഒരു അപ്ഡേഷൻ റിസോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമറയിലാണ്. ക്യാമറയിൽ വീഡിയോ സെഷൻ നമ്മുടെ iPhone 15 Pro ആൻഡ് Pro Maxലും 14 Pro ആൻഡ് Pro Maxലും നമുക്ക് സ്പേഷ്യൽ വീഡിയോ ഇനി മുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. iOS 17.3 മുതൽ നമ്മുടെ വിഷൻ പ്രോന് വേണ്ടിയുള്ള ആ സ്പേഷ്യൽ വീഡിയോ ഐഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ലാൻഡ്സ്കേപ്പിൽ മാത്രമായിരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 4K എന്ന ഓപ്ഷൻ അതിൽ വരുന്നതായിരിക്കില്ല. 1080pയിലായിരിക്കും ഈ പറയുന്ന സ്പേഷ്യൽ വീഡിയോ ഇപ്പോൾ ഐഫോണിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് അടുത്തൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ പാസ്വേഡ് ആൻഡ് ഫേസ് ID-യിലാണ്. ഫേസ് ID ആൻഡ് പാസ്വേഡ് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ ഓൺ ആണെന്ന് നോക്കുക. ഇവിടെ നമ്മൾ ഓഫ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ID ചോദിക്കും. അതിനുശേഷം നമുക്കൊരു സെക്യൂരിറ്റി ഡിലേ അവർ പറയുന്നതായിരിക്കും. കാരണം നമ്മുടെ ഈ പറയുന്ന സെക്യൂരിറ്റി ഡിലേ എന്ന് പറഞ്ഞാൽ ഐഫോൺ ഒരു മണിക്കൂർ ടൈം എടുക്കും നമ്മുടെ ഈ പറയുന്ന ഫെമിലിയർ ലൊക്കേഷനിലാണോ ബാക്കി കാര്യങ്ങളിലാണോ എന്ന് ഉറപ്പുവരുത്താനായിട്ട്. അതിനുശേഷം മാത്രമായിരിക്കും നമ്മുടെ ഈ പറയുന്ന സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് സെക്യൂരിറ്റി ഡിലേ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഒരു 1 hour ടൈമർ സ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് ബാക്കി ടൈം ഫുൾ 1 മണിക്കൂർ നമ്മുടെ ഐഫോൺ യൂഷ്വലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വന്നിരിക്കുന്നത് മറ്റേ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ പ്ലേലിസ്റ്റിന് ഓപ്ഷനിൽ കൊളാബറേറ്റ് പ്ലേലിസ്റ്റ് ഇപ്പോഴും ആപ്പിൾ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ iOS 17-ൽ ആപ്പിൾ മ്യൂസിക്കിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ജമ്പാണ് ഈ പറയുന്ന ഓപ്ഷൻ. നേരെ ഒരു പ്ലേലിസ്റ്റിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എബിൻ സേവിയർ ആൻഡ് വൺ അതർ എന്ന് ഒരാളായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇനി മുതൽ പാട്ടിന് ഈ ഒരു ഇമോജി അല്ലെങ്കിൽ ഗ്ലിഫ് ചെറിയ ഐക്കൺ കൊടുക്കാൻ പറ്റും. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ട്രാക്കിന് ഞാനിവിടെ ആ ഒരു ഇമോജി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഇമോജി മാറ്റാനും അതേപോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഓപ്ഷൻ ആപ്പിൾ മ്യൂസിക്കിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു അപ്ഡേഷൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് എന്ന് വെച്ചാൽ iOS 7.3ൻ്റെ ബീറ്റ 2-ൽ കുറേ പേർക്ക് ഈ പറഞ്ഞ ബൂട്ട് ലൂപ്പിൻ്റെ ഇഷ്യൂ വന്നായിരുന്നു. അതേപോലെ എനിക്ക് വന്നൊരു നല്ല ഇഷ്യൂ ആണ് ഡിസ്പ്ലേ അതേപോലെ നിൽക്കുക. അതേപോലെ നമ്മൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൾ വരികയാണെങ്കിൽ എസ്പെഷ്യലി ആ ഒരു പ്രോബ്ലം വരാറ്. ആ ഒരു കോൾ വരുമ്പോൾ കോളറിൻ്റെ ആ ഒരു ഡിസ്പ്ലേ പോപ്പ് ആവില്ല. പക്ഷേ റിംഗ് ടോണും ബാക്കി കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിംഗ് ടോണും ബാക്കി കാര്യങ്ങളും കേൾക്കാനും കാണാനും പറ്റും. ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഓൺ കോൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേ വെറുതെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നമ്മുടെ ഡിവൈസിനുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം iOS 17.3ൻ്റെ ഈ ഒരു ബീറ്റ 3-ൽ റിസോൾവ് ആയെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ നമ്മുടെ iOS 17.3 ബീറ്റ 3ൻ്റെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ആപ്പിൾ വേറെ ഒരു കാര്യവും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും
ആകെ ഒറ്റൊരു കാര്യം മാത്രമാണ് റിസോൾവ്ഡ് ഇഷ്യൂ ആയിട്ട് ആപ്പിളിവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റോർ കിറ്റിൽ വന്നിരിക്കുന്ന ആ ഒരു APIയുടെ ഇഷ്യൂ മാത്രമാണ്, ഒരു ട്രാൻസാക്ഷൻ ഇഷ്യൂ മാത്രമാണ് ആപ്പിൾ ഇവിടെ റിസോൾവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വേറൊരു കാര്യവും ആപ്പിൾ കാണിച്ചിട്ടില്ല. പക്ഷേ ഓരോ അപ്ഡേഷനിൽ വരുന്ന റിസോൾവ്ഡ് ഇഷ്യൂവും അതേപോലെ നോൺ ഇഷ്യൂവും ഇതേപോലെ ഡോക്യുമെൻറ്റേഷൻ ചെയ്താൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അത് മനസ്സിലാവുള്ളൂ. ഈ ഡിവൈസിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഡിവൈസിൻ്റെ പെർഫോമൻസ് പോകുന്നത്. വലിയ ലാഗോ അതേപോലെ ക്ലട്ടറിങ്ങോ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ iOS 7.3ൻ്റെ ബീറ്റ 2ൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്കൊരു ഇനീഷ്യൽ ഇംപ്രഷൻ കൊണ്ട് ബാക്കി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. iOS 7.3ൻ്റെ ബീറ്റ 2 ആ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴും പറഞ്ഞു എനിക്ക് പെർഫോമൻസിന് വലിയ പ്രശ്നങ്ങളില്ലാന്ന്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകെ എൻ്റെ ഡിവൈസിൽ കുറച്ച് പ്രശ്നങ്ങൾ മിന്നിമറിയുന്നത് ശ്രദ്ധിച്ചു. അതേപോലെ iOS 7.3ൻ്റെ ബീറ്റ 3 എനിക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. ഇനി 2 ദിവസങ്ങളോ യൂസ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ Geekbench കൊണ്ട് റിസൾട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ എന്ന് പറയുന്നത് 1758ഉം മൾട്ടി കോർ എന്ന് പറയുന്നത് 3923യുമാണ്. ലാസ്റ്റ് ടൈമിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഈ പറഞ്ഞ മൾട്ടി കോർ iOS 7.3ൻ്റെ ബീറ്റ 3യിൽ വന്നിരിക്കുന്നത്. അതേപോലെ തേർമൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തേർമൽ മാനേജ്മെൻറ്റ് iOS 17.3ൻ്റെ ബീറ്റ 2.1ലും എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഹീറ്റ് മാനേജ്മെൻറ്റ് ആപ്പിൾ അത്യാവശ്യം നല്ല രീതിക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേഷനിൽ വലിയ ഹീറ്റിൻ്റെ പ്രശ്നങ്ങൾ വരില്ലാണ് വിശ്വസിക്കുന്നത്. ഇനി ബാറ്ററി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട് ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു 3-4 ദിവസം തറവായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് ഒരു ബാറ്ററിയുടെ ആ ഒരു പെർഫോമൻസും അതിൻ്റെ ആ ഒരു കാലിബറും നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 82% കൺസിസ്റ്റൻ്റ് നിൽക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 14 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറും 27 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സോഷ്യൽ മീഡിയയും അതുപോലെ സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളോ ബാക്കി കാര്യങ്ങളോ എനിക്ക് ഈ ഒരു 82% ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അടുത്തതായിട്ട് iOS 7.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നായിരുന്നു വെച്ചാൽ നെക്സ്റ്റ് വീക്കിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി iOS 7.3ൻ്റെ ഒരു RC റിലീസ് നമുക്ക് വരുന്നത്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വീക്കിലായിരിക്കും iOS 7.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് റിലീസ് ആവാനുള്ള ചാൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫെബ്രുവരി 2 നമ്മുടെ ആപ്പിളിലെ വിഷൻ പ്രോ എന്ന പ്രൊഡക്റ്റ് റിലീസ് ആവുന്നത് USA ഓൺലി. അതുകൊണ്ട് തന്നെ ആ ഒരു 2 ആയിരിക്കും ചിലപ്പോൾ ആദ്യം എല്ലാവരും കരുതുന്നത് iOS 7.3 റിലീസ് ആവാനുള്ള ചാൻസ്. പക്ഷേ പൊട്ടൻഷ്യലി അല്ലെങ്കിൽ നേരത്തെ റിലീസ് ആ ഒരു ഹിസ്റ്ററി അനുസരിച്ച് ആപ്പിൾ ഈ പറഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ iOS 7.3 റിലീസ് ചെയ്യാനുള്ള നല്ല ചാൻസ് നമുക്ക് കാണുന്നുണ്ട്. സോ ഇതൊക്കെയാണ് iOS 7.3 ബീറ്റ 3ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം ഇതേപോലെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യാനാണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ in Instagram too. And thank you so much for watching our video. This is Yevin Xavier signing from Evica.